ഹായ് എവ്രി വൺ, ദിസ് ഇസ് അഡ്വക്കേറ്റ് വിഷ്ണുപ്രിയ ശിവാജി. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സമൻസിനെ കുറിച്ചിട്ടാണ്. സമൻസ് എന്താണ്, അതുപോലെ തന്നെ ആർക്കൊക്കെയാണ് സമൻസ് ലഭിക്കുക, അതുപോലെ ഈ സമൻസിൻ്റെ അകത്ത് എന്തൊക്കെയാണ് എഴുതിയിട്ടുണ്ടാവുക എന്നുള്ള കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സമൻസ് എന്ന് പറയുന്നത് ഒരു ലീഗൽ ഡോക്യുമെൻ്റ് ആണ്. ഇത് സ്പെസിഫിക്കലി ഏതെങ്കിലും ഒരു കോടതിയിൽ നിന്നോ അല്ലെങ്കിൽ ഒരു ലീഗൽ അതോറിറ്റിയിൽ നിന്നോ ഒരു ആൾക്ക് അയക്കുന്ന ഒരു ലീഗൽ ഡോക്യുമെൻ്റ് ആണ്. ഒരു വ്യക്തിയോട് കോടതി നിശ്ചിത സമയത്ത് ഹാജരാകാൻ ആവശ്യപ്പെട്ടുകൊണ്ട് നിയമപരമായിട്ട് അയക്കുന്ന രേഖയാണിത്. നിയമ നടപടികളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഒരാളെ ഔദ്യോഗികമായി അറിയിക്കാനും അദ്ദേഹത്തിന് മറുപടി നൽകാനുമുള്ള അവസരം നൽകുക എന്നുള്ളതാണ് ഇതിന്റെ ഉദ്ദേശം. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എവിടെ നിന്നൊക്കെയാണ് നമ്മൾക്ക് സമൻസ് ലഭിക്കുക. ആദ്യം തന്നെ സിവിൽ കോടതികൾക്ക് സമൻസ് പുറപ്പെടുവിക്കാൻ കഴിയും. അതുപോലെ തന്നെ ക്രിമിനൽ കോടതികൾക്കും അതുപോലെ ട്രിബ്യൂണലുകൾക്കും അതുപോലെ തന്നെ നിയമപരമായി അധികാരമുള്ള മറ്റ് അതോറിറ്റീസിനും സമൻസ് ഇഷ്യൂ ചെയ്യാനുള്ള അധികാരമുണ്ട്. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആർക്കൊക്കെയാണ് സമൻസ് ലഭിക്കുക. ഒരു സിവിൽ കേസിലാണെങ്കിൽ പ്രതിവാദികൾക്ക്, അതുപോലെ തന്നെ ഒരു ക്രിമിനൽ കേസിൽ കുറ്റം ആരോപിക്കപ്പെട്ട ആൾക്ക്, അതുപോലെ തന്നെ സാക്ഷികൾക്കും, അതുപോലെ തന്നെ നിയമ നടപടികളുടെ ഭാഗമായി ഒരു വ്യക്തിയുടെ പ്രസൻസ് കോടതിയിൽ ആവശ്യമെങ്കിൽ ആ വ്യക്തിക്കും കോടതിക്ക് സമൻസ് അയക്കാനുള്ള അധികാരമുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു സമൻസിൽ എന്തൊക്കെയാണ് എഴുതിയിട്ടുണ്ടാവുക എന്നുള്ളതാണ്. ഫസ്റ്റ് ഓഫ് ഓൾ, ഏത് കോടതിയിൽ നിന്നാണോ സമൻസ് വന്നിരിക്കുന്നത് കോടതിയുടെ പേരുണ്ടാവും, അതുപോലെ തന്നെ കേസ് നമ്പറും, ആർക്കാണോ സമൻസ് അയച്ചിരിക്കുന്നത് അവരുടെ പേരും അഡ്രസ്സും ഉണ്ടാവും. അതുപോലെ എപ്പോഴാണ് കോടതിയിൽ ഹാജരാവേണ്ട ആ ഒരു ഡേറ്റും സമയവും, കോടതിയുടെ സീലും, അതുപോലെ തന്നെ മജിസ്ട്രേറ്റിൻ്റെ അല്ലെങ്കിൽ ജഡ്ജിൻ്റെ സിഗ്നേച്ചറും അതിൽ കാണാൻ കഴിയുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.